മോനെ, നീ ഒന്ന് ഇവിടം വരെ വരാമോ? ഒത്തിരി ആയില്ലേ നിന്നെ നേരിട്ടൊന്ന് കണ്ടിട്ട്. അച്ഛൻ എന്തായി പറയണേ? എനിക്കിവിടെ നല്ല തിരക്കാണ്. ആഴ്ചയിൽ 2 വട്ടം വീഡിയോ കോൾ ചെയ്യുന്നില്ലേ? പിന്നെ എന്തിനാ അച്ഛാ ഞാൻ നേരിട്ട് വരുന്നത്? പിന്നെ എന്തൊക്കെയോ പരിഭവങ്ങൾ പറഞ്ഞു. പതിയെ അച്ഛൻ ഫോൺ വെച്ചു. പതിവില്ലാതെ അച്ഛൻ ഒത്തിരി സങ്കടപ്പെട്ടു. ആകെയുള്ള ഒരു അനിയത്തി അമേരിക്കയിലാണ്, ഞാൻ കാനഡയിലും. കൂടെ വരാൻ അച്ഛൻ ഇഷ്ടമുണ്ടോ എന്ന് ഒരിക്കൽ പോലും ചോദിച്ചിട്ടില്ല. റിട്ടയർ ആയവർ താമസിക്കുന്ന വലിയൊരു വൃദ്ധസദനത്തിലാക്കിയിട്ടാണ് ഇങ്ങോട്ട് പോന്നത്. ഇവിടെ എനിക്ക് എൻ്റെ കാര്യങ്ങൾ തന്നെ നോക്കുവാൻ നേരമില്ല. പിന്നെ എങ്ങനെ അച്ഛനെ നോക്കും? എപ്പോഴും തിരക്കാണ്, ഒന്നിനും സമയമില്ല. അമ്മ മരിച്ചതിൽ പിന്നെ എനിക്ക് മറ്റൊന്നും ചെയ്യുവാനുണ്ടായിരുന്നില്ല. ഒറ്റയ്ക്ക് തറവാട്ടിൽ അച്ഛനെ ആക്കുവാൻ വയ്യ. സുഖമില്ലാതെ എങ്ങാനും വീണുപോയാൽ കൂടെ നിൽക്കുവാൻ ആളെപ്പോലും കിട്ടില്ല. വൃദ്ധസദനത്തിൽ എടുക്കത്തുമില്ല. ഇപ്പോൾ 2 വർഷമായി അച്ഛൻ വൃദ്ധസദനത്തിൽ കഴിയുന്നു. പേരുകേട്ട തറവാട്ടുകാരൻ. നല്ലൊരു തുക പെൻഷനുണ്ട്. എന്നിട്ടും അവസാനം അവിടെ എത്തി. വൃദ്ധസദനത്തിൽ ആക്കുമ്പോൾ അച്ഛനൊന്നും പറഞ്ഞില്ല. മുഖത്തുള്ള ആ വിഷമം കണ്ടില്ല എന്ന് ഞാനും നടിച്ചു. തിരക്കുകൾ കൂടിയതോടെ നാട്ടിലേക്കുള്ള യാത്രകൾ കുറഞ്ഞു. അല്ലെങ്കിൽ തന്നെ അതൊരു ചെലവാണ്. എന്നെ സംബന്ധിച്ച് അനാവശ്യ ചെലവ് തന്നെ. എന്തോ പെട്ടെന്ന് മനസ്സിൽ ഒരു വിങ്ങൽ. ആദ്യമായാണ് അച്ഛൻ അങ്ങനെ ഒരു പരാതി പറഞ്ഞത്. ഏതായാലും ഭാര്യയും മക്കളെയും കൂടെ കൂട്ടിയില്ല. ഒരാഴ്ച നാട്ടിൽ പോയി നിൽക്കുവാൻ തീരുമാനിച്ചു. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ എല്ലാം എടുത്തു. തൽക്കാലം ഒരു വർക്ക് ഫ്രം ഹോം ഒപ്പിച്ചു. തിരിച്ചു വരുമ്പോൾ എന്താവുമോ എന്തോ. അനിയത്തിയോട് വരുന്നു എന്ന് ചോദിച്ചു. അവൾക്കും തിരക്ക് തന്നെ. നാട്ടിൽ എത്തിയ ഉടനെ അച്ഛനെ കാണുവാൻ ഓടി. അച്ഛനെ കണ്ടപ്പോൾ സങ്കടം തോന്നി. ആകെ ക്ഷീണിച്ചിരിക്കുന്നു. എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ആദ്യമായാണ് അച്ഛനെ ഞാൻ കരഞ്ഞു കാണുന്നത്. എന്താച്ചാ? ഒന്നുമില്ലുണ്ണി. യാത്ര സുഖമായിരുന്നു. ഞാൻ തലയാട്ടി. 2 ദിവസം നീ ഇവിടെ താമസിക്കണം. മറുത്തൊന്നും പറയരുത്. വേണ്ടാച്ചാ, ഞാൻ വന്ന് കണ്ടാൽ പോരെ? പുറത്ത് ഹോട്ടലിൽ താമസിച്ചോളാം. മനസ്സിൽ പല പദ്ധതികളും ഉണ്ടായിരുന്നു. ഇനി അച്ഛൻ എത്രനാൾ എന്നറിയില്ല. വീട് വിൽക്കണം. തിരിച്ച് ഈ നാട്ടിലേക്ക് ഒരു മടക്കമില്ല. മക്കൾ അവിടുത്തെ സംസ്കാരവുമായി ഇഴുകിച്ചേർന്നിരിക്കുന്നു. പിന്നെ ഈ നാട്ടിൽ ആർക്കു വേണ്ടി വരണം? അനിയത്തിയും അതിനെ നിർബന്ധിച്ചു തുടങ്ങിയിട്ട് കുറേയായി. മോനെ, 2 ദിവസം നീ ഇവിടുത്തെ ഗസ്റ്റ് റൂമിൽ താമസിക്കണം. മറുത്തൊന്നും പറയരുത്. അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ അവിടെ താമസിച്ചു. ആദ്യ ദിവസം കുഴപ്പമില്ലാതെ പോയി. 2-ാം ദിവസം തന്നെ വിരസത തോന്നിത്തുടങ്ങി. ആരോ പിടിച്ച് ജയിലിൽ ഇട്ട അവസ്ഥ. എല്ലാം ഒരു ആവർത്തനം പോലെ. ഭക്ഷണം മുതൽ നടപ്പ് കിടപ്പ് എല്ലാറ്റിനും ഒരു സമയമുണ്ട്. യാന്ത്രികമായ ഒരു ജീവിതം. ഒരു സ്വപ്നങ്ങളും ആ മതിലിനുള്ളിൽ കടന്നു വരില്ല. യാതൊന്നും പ്രതീക്ഷിക്കുവാനുമില്ല. ഒരുപക്ഷെ ജയിലിനേക്കാൾ ഭീകരം. അച്ഛനൊരു പരാതിയും കൂടാതെ 2 വർഷങ്ങൾ ഇവിടെ നിന്നല്ലോ എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. 2-ാം ദിവസം അച്ഛൻ എന്നോട് ഒന്നും മിണ്ടിയില്ല. മൗനവ്രതത്തിൽ ആണത്രേ. ഒരു പേപ്പറിൽ എഴുതി കാണിച്ചു. അതോടെ വിരസത ഏറി. പിറ്റേന്ന് അച്ഛൻ പറഞ്ഞു, ഉണ്ണി, നമുക്ക് നാളെ തറവാട്ടിലേക്ക് പോകണം. അതെങ്ങനെ അച്ഛാ? നിറയെ പൊടി ഉണ്ടാവും. അടച്ചിട്ടിരിക്കുമല്ലേ? നോട്ടക്കാരൻ അത് അടിച്ചു തുടച്ചിടുന്നുണ്ടോ എന്ന് കണ്ടറിയണം. നീ അവനെ വിളിച്ചു പറ, കുറച്ച് ആളുകളെ കൂട്ടി അതൊന്ന് വൃത്തിയാക്കുവാൻ. എനിക്ക് അവിടെ 2 ദിവസം നിൽക്കണം. ഞാൻ നോട്ടക്കാരനെ വിളിച്ച് കാര്യം പറഞ്ഞു. ഏതായാലും പിറ്റേന്ന് അച്ഛനെയും കൂട്ടി അവിടേക്ക് ചെന്നു. പാവം. അമ്മയുടെ അസ്ഥിത്തറയിൽ ആദ്യം എന്നെക്കൊണ്ട് വിളക്ക് വെപ്പിച്ചു. പിന്നെ അച്ഛന് എന്നും പ്രിയപ്പെട്ട ആ മുറിയിലേക്ക് പോയി. പലപ്പോഴും എനിക്ക് തോന്നി ആ മുറിയിൽ ഇപ്പോഴും അമ്മയുണ്ടെന്ന്. കുറച്ച് കഞ്ഞി കുടിച്ചെന്ന് വരുത്തി അച്ഛൻ ഉറങ്ങുവാൻ കിടന്നു. രാത്രിയിൽ എപ്പോഴോ ഞാനും ഉറങ്ങി. ഉണ്ണി, പെട്ടെന്ന് അച്ഛൻ വിളിച്ചു. എന്താച്ചാ? നീ ആ വൃദ്ധസദനത്തിലെ ജാലകം വഴി പുറത്തേക്ക് നോക്കിയിട്ടുണ്ടോ? ഞാൻ ആ മുറിയിൽ ഭ്രാന്തി പിടിച്ചാണ് കഴിഞ്ഞത്. അതിനിടയിൽ അങ്ങനെ ഒന്നും ചെയ്തില്ല. പക്ഷേ അച്ഛനോട് പറഞ്ഞില്ല.
എന്നും വൈകുന്നേരം ഞാൻ ആ ജാലകത്തിലൂടെ അങ്ങനെ നോക്കി നിൽക്കും. അപ്പോൾ അറിയാതെ മനസ്സിൽ തോന്നും, അത് നമ്മുടെ തറവാട് വീടാണെന്ന്. നിന്റെ കുട്ടികൾ അവിടെ മുറ്റത്ത് ഓടി നടക്കുന്നുണ്ടെന്ന്. നിന്റെ അമ്മ അവർക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്ന്. നിനക്കറിയാമോ, ആ വീട്ടിൽ അവൾ ഇപ്പോഴുമുണ്ട്. നീ 2 വർഷമായി തിരിഞ്ഞു നോക്കിയില്ല എന്ന് എന്നോട് അവൾ പരാതി പറഞ്ഞു. ഇനി ആ ജയിലിലേക്ക് ഞാൻ എന്തായാലുമില്ല. പക്ഷേ നിന്നെ ബുദ്ധിമുട്ടിക്കാനും വയ്യ. എനിക്ക് അവൾ വേണം. ഇനിയുള്ള കാലം ഞാൻ അവൾക്കൊപ്പം അവിടെ കഴിഞ്ഞോളാം. നിന്നോടെനിക്ക് പരാതിയൊന്നുമില്ല കേട്ടോ. നിനക്ക് നന്മ മാത്രമേ വരൂ. ആ വീട് നീ ആർക്കും വിൽക്കരുത് കേട്ടോ. എന്നെങ്കിലും നിനക്കൊരു വിഷമം തോന്നിയാൽ അവിടേക്ക് ഓടി വരണം. അവിടെ ഞങ്ങളുണ്ടാവും, നിന്നെ കാത്തിരിക്കും. ഞാൻ പോവാട്ടോ. പെട്ടെന്ന് അമ്മ വന്ന് നെറ്റിയിൽ ഒരു ഉമ്മ തന്നു. ഞാൻ ഞെട്ടി എഴുന്നേറ്റു. നോക്കുമ്പോൾ മുറിയിൽ ആരുമില്ല. പക്ഷേ ആ നനവ് നെറ്റിയിൽ അപ്പോഴും ഉണ്ടായിരുന്നു. നേരെ അച്ഛൻ്റെ മുറിയിലേക്ക് ഓടി. അപ്പോഴേക്കും അച്ഛൻ പോയിരുന്നു, ഇനി മടങ്ങി വരാത്ത ഒരു ലോകത്തേക്ക്. അനിയത്തി വന്നില്ല ഒരു ചടങ്ങിനും. തിരക്കാണത്രേ. വീട് വിൽക്കുന്ന കാര്യം ചോദിക്കുവാൻ പക്ഷേ അവൾ മറന്നില്ല. അവളുടെ ഷെയർ കൂടെ ഞാൻ അങ്ങ് വാങ്ങി. തിരിച്ചു പറക്കുമ്പോൾ മനസ്സിൽ ഒന്ന് തീരുമാനിച്ചിരുന്നു. വർഷത്തിൽ ഒരിക്കൽ ഞാൻ വരും. അവിടെ അച്ഛനും അമ്മയുമുണ്ട്. അവർക്കെന്നെ കാണണം. ജീവിച്ചിരുന്നപ്പോൾ ഞാനത് ചെയ്തില്ല. മനസ്സിൽ ആ തീ അണയാതെ കിടപ്പുണ്ട്. ഒപ്പം കുറ്റബോധവും. ഒരുപാട് സമ്പാദിച്ചു. അതിനിടയിൽ ബന്ധങ്ങൾ തിരിച്ചറിഞ്ഞില്ല. ഇനിയിപ്പോൾ ഒന്ന് വിളിക്കാനും പരിഭവം പറയാനും ആരുമില്ല. ഇന്ന് എനിക്കറിയാം, ഞാൻ അനാഥനാണെന്ന്.